Hi everyone. ഇന്ന് നമുക്കൊരു Maven പ്രോജക്റ്റിലേക്ക് എങ്ങനെയാണ് TestNG ലൈബ്രറി ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു Maven പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നാണെങ്കിൽ Maven പ്രോജക്റ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് റെഫർ ചെയ്തിട്ട് ഒരു പ്രോജക്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ Maven പ്രോജക്റ്റിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, pom.xml എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാവും. ഇതിലേക്കാണ് നമ്മൾ എല്ലാ ഡിപ്പെൻഡൻസീസും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഡിപ്പെൻഡൻസീസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഒരു ജാവ പ്രോജക്റ്റിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന എല്ലാ ജാർ ഫയൽസും നമ്മൾ pom.xml വരുമ്പോൾ ഡിപ്പെൻഡൻസീസ് ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇപ്പൊ സെലീന ആണെങ്കിലും ജാർ ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. നമ്മൾ ജാവ പ്രോജക്റ്റിലാണെങ്കിൽ ഈ ജാർ ഫയൽ ആഡ് ചെയ്ത് കൊടുക്കും. പക്ഷെ Maven പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിപ്പെൻഡൻസി സെലീനിയം ഡിപ്പെൻഡൻസി ആഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെയാണ് TestNGയുടെ കാര്യം. TestNG നമ്മൾ ആഡ് ലൈബ്രറി വഴി നമുക്ക് ആഡ് ചെയ്യാം. പക്ഷെ Maven പ്രോജക്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ pom.xml വന്നിട്ട് ഡിപ്പെൻഡൻസി ആയിട്ടാണ് ഈ TestNG ലൈബ്രറി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് pom.xml തുറക്കാം. ഫസ്റ്റ് ടൈം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാവില്ല. ആകെ നമ്മുടെ ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഇവിടെ ഞാൻ TestNG പ്രോജക്റ്റ് എന്നുള്ളതാണ് എന്റെ പ്രോജക്റ്റിന്റെ പേര്. അപ്പൊ അത് ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ കൊടുത്ത പാക്കേജ് ഗ്രൂപ്പ് ഐ ഡി, ആ പാക്കേജ് നെയിം ഫോർമാറ്റിൽ ഞാൻ കൊടുത്ത ഗ്രൂപ്പ് ഐ ഡി, പിന്നെ നെയിം, ഡിസ്ക്രിപ്ഷൻ, അങ്ങനെ പ്രോജക്റ്റിന്റെ ഡീറ്റെയിലുകളാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഡിപ്പെൻഡൻസി ഇതിലേക്ക് ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഡിപ്പെൻഡൻസീസ് എന്ന് പറഞ്ഞൊരു ടാഗ് ആഡ് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ്. എന്നിട്ട് വേണം അതിനുള്ളിലേക്ക് വേണം നിങ്ങൾ ഡിപ്പെൻഡൻസി ആഡ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇവിടെ പ്രോജക്റ്റിന് തൊട്ട് മുമ്പ് എല്ലാ കാര്യങ്ങളും പ്രോജക്റ്റിന്റെ ആ എൻഡ് ടാഗ് ഉണ്ടല്ലോ, അതിന് തൊട്ട് മുന്നിലാണ് നമ്മളെല്ലാം ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ടാഗിന് തൊട്ട് മുമ്പ് ഒരു എൻ്റർ അടിക്കാം. ഇത് ക്ലോസിംഗ് ടാഗ് ആണ്. ഓക്കെ, ഈ സ്ലാഷ് വരുന്നത് കൊണ്ടാണ് ഇതിനെ ക്ലോസിംഗ് ടാഗ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഓപ്പൺ ടാഗ്. അപ്പൊ ഈ പ്രോജക്റ്റിന്റെ ക്ലോസിംഗ് ടാഗിന് മുമ്പ് വേണം നമ്മൾ എല്ലാ ഡിപ്പെൻഡൻസീസും ആഡ് ചെയ്ത് കൊടുക്കാൻ. അത് ഡിപ്പെൻഡൻസീസ് എന്ന് പറഞ്ഞൊരു ടാഗിനുള്ളിലായിരിക്കണം. അപ്പൊ നമുക്ക് ഡിപ്പെൻഡൻസീസ് എന്നുള്ള ടാഗ് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ ആ ആംഗുലർ ബ്രാക്കറ്റ് ആ ഒരു ടാഗിന്റെ സ്റ്റാർട്ടിങ് ഒന്നിങ്ങനെ അടിച്ചാൽ മതി. അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടാഗുകളും വരും. അതിൽ ഡിപ്പെൻഡൻസീസ് എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്. ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ടാഗും ക്ലോസിംഗ് ടാഗും അവിടെ വന്നു കഴിഞ്ഞു. കണ്ടോ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓപ്പൺ ടാഗ് ആണ്, ഇത് ക്ലോസിംഗ് ടാഗ് ആണ്. ഇവിടെ അതുപോലെ നിങ്ങൾക്ക് കാണാൻ കണ്ടോ, മോഡൽ വേർഷൻ എന്നുള്ള ഓപ്പൺ ടാഗ് ആണ്. കാര്യം എന്ന് വെച്ചാൽ അതിന് സ്ലാഷ് ഇല്ല. ഇവിടെ സ്ലാഷ് ഉണ്ട്, സ്ലാഷ് മോഡൽ വേർഷൻ, അത് ക്ലോസിംഗ് ടാഗ് ആണ്. അപ്പൊ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഉള്ള ഒരു ഡിപ്പെൻഡൻസീസ് എന്നുള്ള രണ്ട് ടാഗും നമ്മൾ ഇവിടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇനി വേണം നമുക്ക് ഏത് ജാർ ഫയൽ ആണോ യൂഷ്വലി നമ്മൾ ജാവ പ്രോജക്റ്റിൽ ആഡ് ചെയ്യുന്നത് അതിന്റെയൊക്കെ ഡിപ്പെൻഡൻസീസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇപ്പൊ സെലീന ആണെങ്കിൽ നിങ്ങൾ സെലീനത്തിന്റെ ഡിപ്പെൻഡൻസി സെർച്ച് ചെയ്ത് ഇതിൽ ആഡ് ചെയ്യാം. ഇപ്പൊ നമുക്ക് വേണ്ടത് TestNG ആണ്. അപ്പോൾ നമ്മൾ TestNG ആണ് സെർച്ച് ചെയ്യേണ്ടത്. ഇനി എവിടെ നിന്നാണ് ഈ ഡിപ്പെൻഡൻസി കിട്ടുക? അതിന് നിങ്ങൾ ഇവിടെ ഗൂഗിളിൽ പോയിട്ട് TestNG ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. TestNG ഡിപ്പെൻഡൻസി സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന സെർച്ച് റിസൾട്ടിൽ നിങ്ങൾ കാണുന്ന ഫസ്റ്റ് കാണുന്ന തന്നെ Maven റെപ്പോസിറ്ററി അല്ലെങ്കിൽ MEN റെപ്പോസിറ്ററി എന്നുള്ളൊരു ലിങ്ക് ആയിരിക്കും. ഇതാണ് Mavenന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇതിലേക്ക് പോവാം. TestNG എന്ന് ഇവിടെ സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്നുകൂടി സെർച്ച് ചെയ്യാം. നമ്മൾ ഓൾറെഡി TestNG ഡിപ്പെൻഡൻസി എന്ന് അടിച്ചുകൊണ്ട് നമ്മൾ നേരെ TestNGയുടെ പേജിലേക്ക് വന്നു. ഇനി ഇതിനകത്ത് ലേറ്റസ്റ്റ് സ്റ്റേബിൾ വേർഷൻ നിങ്ങൾ എടുക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ബീറ്റ എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. ബീറ്റ വേർഷൻ എടുക്കരുത്, സ്റ്റേബിൾ ആയിട്ടുള്ള വേർഷൻ തന്നെ നിങ്ങൾ എടുക്കുക. ഇവിടെ 7.7.1 സ്റ്റേബിൾ വേർഷൻ ആണ്, ബീറ്റ വേർഷൻ ഒന്നുമല്ല. അപ്പൊ ഞാൻ ആ ലേറ്റസ്റ്റ് വേർഷൻ തന്നെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒരു പേജിലേക്ക് പോകും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒന്ന് താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഡിപ്പെൻഡൻസി കണ്ട, ഗ്രൂപ്പ് ഐ ഡി, ആർട്ടിഫാക്ട് ഐ ഡി, വേർഷൻ, സ്കോപ്പ് എന്നൊക്കെ പറഞ്ഞ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞ കുറച്ച് ഡീറ്റെയിൽ എഴുതിയിട്ടുള്ള കുറച്ച് ടാഗുകൾ നിങ്ങൾക്ക് കാണാം. ഇതാണ് TestNGയുടെ ഡിപ്പെൻഡൻസി. ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, മിനിമൈസ് ചെയ്യാം. നമ്മൾ നേരത്തെ കൊടുത്ത ഈ ഡിപ്പെൻഡൻസീസ് എന്നുള്ള ടാഗിന്റെ ഉള്ളിൽ വന്നിട്ട് ഇത് പേസ്റ്റ് ചെയ്യാം. അതിൽ ഈ കാണുന്ന ഈ ലിങ്ക് ചുമ്മാ നമ്മൾ പോയ സൈറ്റിന്റെ ലിങ്ക് ആണ്. അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാം. അതവിടെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, അത് കമന്റഡ് ആണ്. പക്ഷെ ഞാനത് റിമൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിപ്പെൻഡൻസീസ് ആഡ് ചെയ്തു. അപ്പൊ ഡിപ്പെൻഡൻസീസ് എന്നുള്ള ടാഗ് നിങ്ങൾ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇനി നിങ്ങൾ കൊടുക്കണ്ട. വൺസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇതിന് അടുത്ത ഇനി ഒരു ഡിപ്പെൻഡൻസി നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അടുത്ത ഇപ്പൊ സെലീന ആഡ് ചെയ്യണമെങ്കിൽ സെലീന അതിന്റെ താഴെ ആഡ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ ഡിപ്പെൻഡൻസീസ് ആഡ് ചെയ്യേണ്ട. ആദ്യത്തെ പ്രാവശ്യം കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ ഓപ്പൺ ടാഗും ക്ലോസിംഗ് ടാഗും കൊടുക്കണം. നിങ്ങൾ ആഡ് ചെയ്യുന്ന എല്ലാ ഡിപ്പെൻഡൻസീസും ഈ രണ്ട് ടാഗിന്റെയും ഉള്ളിലായിരിക്കണം വരേണ്ടത്.
ഓക്കെ, അപ്പോൾ വൺസ് നിങ്ങൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യാം. ജസ്റ്റ് മാവൻ സിസ്റ്റത്തിൽ എല്ലാം റെഡി ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സേവ് ചെയ്താൽ മതി. ഇവിടെ മാവൻ ഇൻസ്റ്റാളേഷന്റെ ആ പ്രോഗ്രസ് ഇവിടെ ഒരു ഗ്രീൻ കളറിൽ കാണിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നേരത്തെ മാവൻ ഡിപ്പെൻഡൻസീസ് ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മാവൻ ഡിപ്പെൻഡൻസീസ് വന്നത്. അതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ TestNG കണ്ടോ ആഡ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. TestNG 7.7.1 അത് ആഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മാവൻ പ്രോജക്റ്റിലേക്ക് എന്താ TestNG ലൈബ്രറി ആഡ് ചെയ്യേണ്ടത്. form.xml ഓപ്പൺ ചെയ്തിട്ട് ആ ഡിപ്പെൻഡൻസി കൊടുത്ത് സേവ് ചെയ്യുക. ഇനി നിങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ റെപ്പോസിറ്ററി ഉണ്ടല്ലോ, ഇതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ M2 റെപ്പോസിറ്ററി ആ പാത്ത് കൊണ്ട് അതിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് TestNG ലൈബ്രറി ആഡ് ആയിരിക്കുന്നത്, ആ ജാർ ഫയൽ അവിടെ ആഡ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി പ്രോജക്റ്റിൽ വർക്ക് ചെയ്യണതിനും തൊട്ട് മുമ്പ് ഇതൊന്ന് ഓൾ പ്രോജക്റ്റ് അപ്ഡേഷൻ ഒന്ന് കൊടുത്തേക്കണേ. മാവൻ അപ്ഡേറ്റ് പ്രോജക്റ്റ് ഒന്ന് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ കൊടുക്കുക. അപ്പൊ പ്രോജക്റ്റ് അപ്ഡേഷനും കഴിഞ്ഞിട്ടുണ്ടാവും. പ്രോഗ്രസ് നിങ്ങൾക്ക് ഇവിടെ ഗ്രീൻ കളറിൽ കാണാം. ഇത്ര സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാവൻ പ്രോജക്റ്റിൽ നമ്മുടെ TestNG കോൺഫിഗർഡ് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.